ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന ചില വിചിത്ര കാര്യങ്ങൾ, ദൃശ്യങ്ങൾ, അത്ഭുത ദൃശ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വെബ് സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ പെരുന്നാളുകൾക്കും വിശേഷപ്പെട്ട ദിവസങ്ങളിലും വിവാഹ ദിവസങ്ങളിലുമൊക്കെ വീടുകളിൽ ദീപാലങ്കാരങ്ങൾ നടത്താറുണ്ട്. വളരെ സുന്ദരമാണ്. ഇപ്പോഴത്തെ പുതിയ ആധുനിക രീതിയിലുള്ള ദീപാലങ്കാരങ്ങളൊക്കെ വളരെ ഭംഗിയുള്ളതും ആകർഷകവുമാണ്. നമ്മൾ അതിനുവേണ്ടി വിവിധ വർണ്ണങ്ങളിലുള്ള ഇലക്ട്രിക് ലൈറ്റുകളാണ് ഉപയോഗിക്കുന്നത്. മാലകൾ പോലെ ഇട്ട് കൂടുതൽ ഭംഗിയാക്കാനായിട്ട് നാം ശ്രമിക്കാറുണ്ട്. എന്നാൽ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് പ്രകൃതി ഒരുക്കുന്ന ഒരു ദീപാലങ്കാരം നമുക്ക് കാണാൻ സാധിക്കും. അത് കിഴക്ക് ദേശത്തുള്ള ന്യൂസിലൻഡിലാണ്, ഓസ്ട്രേലിയയ്ക്ക് അപ്പുറത്തുള്ള ന്യൂസിലൻഡിലാണ്. അവിടുത്തെ ഒരു ഗുഹയിൽ ഇങ്ങനെയുള്ള വർണ്ണാലങ്കാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാണ്. കേവ് ലൈറ്റ്സ് അഥവാ ഗ്ലോവർ റം പ്രകാശം എന്നാണ് അത് പറയാറുള്ളത്. അത് ഇലക്ട്രിക് ലൈറ്റുകളല്ല, എന്നാൽ ഒരുതരം കീടങ്ങൾ, ചെറിയ കീടങ്ങൾ അവർ ശരീരത്തിൽ നിന്ന് നീല പച്ച നിറത്തിലുള്ള പ്രകാശം പുറപ്പെടുവിച്ചുണ്ടാകുന്ന വിചിത്ര അല്ലെ അത്ഭുത കാഴ്ചയാണത്. അത് വെയ്റ്റോമോ ഗ്ലോവോം കേവ്സ് എന്നാണ് കേവ്സിനെ പറയുന്നത്. ഈ പ്രകാശം ബയോലൂമിനസ് ജീവപ്രകാശം എന്ന പ്രക്രിയയിലൂടെ ഉണ്ടാകുന്നതാണ്. ഇരുട്ടായ ഗുഹകളുടെ മേൽക്കൂരയിൽ നക്ഷത്രങ്ങളെ പോലെ മിന്നുന്ന ഈ പ്രകാശം കാണാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട്. ഈ ഗ്ലോവർമുകൾ പ്രകാശം ഉപയോഗിച്ച് ചെറു കീടങ്ങളെ ആകർഷിച്ച് ഭക്ഷണമായി ഉപയോഗിക്കുന്നു. ഗുഹകളുടെ അകത്തളങ്ങളിൽ വെള്ളച്ചാട്ടങ്ങൾ, ശാന്തമായ നദികളിൽ കൂടെ ഈ അനുഭവത്തെ കൂടുതൽ മനോഹരമാക്കാൻ സാധിക്കും. ചെറിയ ബോട്ടിൽ യാത്ര ചെയ്യാം. ഈ പ്രകാശം അടുത്ത് കാണുന്നത് വളരെ വിസ്മയകരമായ കാഴ്ചയാണ്. ന്യൂസിലൻഡിലെ ഈ കേവ് ലൈറ്റ്സ് പ്രകൃതിയുടെ അത്ഭുതകരമായ സൗന്ദര്യവും ശാസ്ത്രീയമായ വിസ്മയവും ഒരുമിച്ച് കാണിക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. ന്യൂസിലൻഡിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിൽ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ഒരു അനുഭവമാണ് ഗുഹകളിലെ കേവ് ലൈറ്റ്സ് അഥവാ ഗ്ലോവർ പ്രകാശം. പ്രത്യേകിച്ച് വെയ്റ്റോമോ ഗ്ലോവോം കേവ്സ് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരിയെ വളരെയധികം ആകർഷിക്കുന്ന പ്രധാന കേന്ദ്രമാണ്. ഈ ഗുഹകളിൽ കാണുന്ന പ്രകാശം സാധാരണ ലൈറ്റുകളല്ല, ജീവജാലങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശമാണ്. ഗ്ലോവർമുകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഗുഹകൾ കാണുന്ന ഈ പ്രകാശം ആർക്കനോക്കോകാമ്പ ലൂമിനോസ എന്ന ചെറിയ കീടങ്ങളാൽ ഉൽപ്പാദിക്കപ്പെടുന്നതാണ്. ഇവയെ ഗ്ലോവർമുകൾ എന്ന് വിളിക്കുന്നു. ഇവിടെ ചെയ്തു നടക്കുന്ന ബയോലൂമിനസ് എന്ന രാസപ്രവർത്തനമാണ് പ്രകാശത്തിന് കാരണമാകുന്നത്. ലൂസിഫറേസ് എന്നീ രാസഘടകങ്ങളുടെ സഹായത്തോടെ ഈ പ്രകാശം ഉണ്ടാകുന്നു. പ്രകാശത്തിൻ്റെ പ്രത്യേകത എന്താണ്? നീല പച്ച നിറത്തിലുള്ള പ്രകാശം. ഇരുണ്ട ഗുഹകളിൽ നക്ഷത്രങ്ങളെ പോലെ മിന്നുന്ന കാഴ്ച. ഗുഹയുടെ മേൽക്കൂര മുഴുവൻ ഒരു ആകാശം പോലെ നമുക്ക് തോന്നും. അവയുടെ ജീവചരിത്രം നോക്കിയാൽ ഗ്ലോവർമുകൾ പ്രകാശം ഉപയോഗിക്കുന്ന ശോഭയ്ക്കായി മാത്രമല്ല, ഇത് പ്രകാശം ഉപയോഗിച്ച് ചെറു കീടങ്ങളെ ആകർഷിക്കുന്നു. ചെറുനൂൽ പോലുള്ള തന്തുക്കൾ ഉപയോഗിച്ച് ഇര പിടിക്കുന്നു. സ്റ്റിക്കി ത്രെഡ്സ്, ചിലന്തിയെപ്പോലെ. പിന്നീട് അവയെ ഭക്ഷണമാക്കുകയാണ് ചെയ്യാറുള്ളത്. പ്രകൃതിയിലെ അത്ഭുതകരമായ ജീവശാസ്ത്ര രീതി തന്നെയാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗുഹയിലെ അനുഭവം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഗുഹകൾ സന്ദർശിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഭവം വളരെ പ്രത്യേകമാണ്. ഗുഹയുടെ അകത്തളങ്ങളിൽ നടക്കാൻ സാധിക്കും. ശാന്തമായ നദിയിൽ കൂടെ ബോട്ട് യാത്ര നടത്താൻ സാധിക്കും. പൂർണ്ണമായി ഇരുട്ടിൽ നിന്നുന്ന ഗ്ലോവർമുകളുടെ നക്ഷത്രാകാശം നമുക്ക് കാണാനും സാധിക്കും. ഈ അനുഭവം പലർക്കും ജീവിതത്തിൽ മറക്കാനാവാത്തതായിരിക്കും. ഗ്ലോവർമുകൾ സങ്കീർണമായ പരിസ്ഥിതിയിലാണ് ജീവിക്കുന്നത്. ശുദ്ധമായ വായുവും ഈർപ്പമുള്ള അന്തരീക്ഷവും ആവശ്യമാണ്. മനുഷ്യരുടെ ഇടപെടൽ നിയന്ത്രിതമാക്കേണ്ടതുണ്ട്. പ്രകൃതി സംരക്ഷണത്തിൻ്റെ നല്ല ഉദാഹരണമാണ് ഈ ഗുഹകൾ. വിനോദസഞ്ചാര പ്രാധാന്യം വളരെയുണ്ട്. ന്യൂസിലൻഡിലെ വിനോദസഞ്ചാരത്തിൽ ഈ ഗുഹകൾക്ക് വലിയ പങ്കുണ്ട്. ലോകപ്രശസ്തമായ നാച്ചുറൽ അട്രാക്ഷനാണിത്. ശാസ്ത്രജ്ഞന്മാർക്കും പ്രകൃതി പ്രേമികൾക്കും പഠന കേന്ദ്രമാണ്. വർഷം മുഴുവൻ സന്ദർശകരോട് എത്തുന്ന സ്ഥലവുമാണ്. ന്യൂസിലൻഡിലെ ഗ്ലോവർ ഗുഹകൾ പ്രകൃതിയുടെ അത്ഭുതകരമായ കലാസൃഷ്ടിയാണ്. ശാസ്ത്രവും സൗന്ദര്യവും ഒരുമിച്ച് ചേർന്ന അനുഭവം മനുഷ്യനെ വിസ്മയിപ്പിക്കുന്നതാണ്. ഇരുട്ടിനുള്ളിൽ പ്രകാശം വിതറുന്ന ഈ ചെറിയ ജീവികൾ പ്രകൃതി അത്ഭുതങ്ങളെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ മറക്കാനാവാത്ത അത്ഭുത കാഴ്ചകൾ നമുക്ക് പരിചിതമാക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്.
നമുക്ക് പുതിയൊരു വിസ്മയ കാഴ്ചയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.